അതിലേക്ക് വരുന്നതിന് മുമ്പ് ലിജു എൻ്റെ വാദത്തെ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്തു. ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി ഇന്ത്യക്കാകെ വിപത്താണ് എന്ന് 90% ആളുകൾക്ക് ബോധ്യമുള്ള നാടാ കേരളം. അത് ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചത് നരേന്ദ്രമോദി ഇന്ത്യക്ക് അപമാനമാണ് എന്ന് 90% നാടാ കേരളം. അതുകൊണ്ട് ആ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഈ വികാരത്തെ എങ്ങനെയാണ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി കഴിയുക? ഇതാണ് കോൺഗ്രസ് നോക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ലീഗാണല്ലോ കേരളത്തിലെ നമ്മുടെ UDF-ലെ ഏറ്റവും വലിയ പാർട്ടി. ആ പാർട്ടിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ കേരളത്തിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ലീഗിന് പതാക ഉപയോഗിക്കാൻ കഴിയോ? കഴിയില്ല. പറയാൻ കഴിയണ്ടേ? ഞങ്ങളുടെ സെക്രട്ടറിയാണ് ലീഗ്. ഈ കേരളത്തിലെ സെക്രട്ടറിയാണ്. അത് പറയാൻ കഴിയണ്ടേ? ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാം. അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ അപ്പുറത്ത് അവർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം CPM-നും അറിയാം. അപ്പോൾ അത് ഉപയോഗിക്കില്ലേ എന്നുള്ളതാണോ? ഗണേഷ് ഒരു മിനിറ്റ്. എന്ത് കൊടി എങ്ങനെയാണെന്ന്? അല്ല, കൊടി എങ്ങനെയാണെന്ന് അല്ല ഗണേഷ് എന്താണ് പറയുന്നത്? ഒരു മിനിറ്റ്, ഗണേഷ് എന്താണ് പറയുന്നത്? ഗണേഷ് ലീഗിന്റെ കൊടിയെ പറ്റി എന്താണ് പറഞ്ഞത്? അല്ല, ലീഗ് ഇന്ത്യ വിഭജനത്തിന് കാരണമായ പതാകയൊന്നുമല്ല. കൊടിയുടെ വ്യത്യാസം പോയി പഠിച്ചിട്ട് വരൂ ഗണേഷ്. ചരിത്രം എന്തെങ്കിലും പറയരുത്. ജിന്നയുടെ ലീഗല്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്താണ് ലീഗിന്റെ നിലപാട്? ലീഗിന്റെ നിലപാട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താണെന്ന് ആ കൊടിയുടെ തണലിൽ വന്നിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ഗണേഷ്, നിങ്ങളുടെ ഈ ഉദ്ദേശമാണ് ഇവിടെ നടത്തേണ്ടതില്ല എന്ന് തീരുമാനമുണ്ടായി. ശ്രീം പ്രകാശ് ഒന്ന് പൂർത്തിയാക്കട്ടെ. ലിജു വരാം. ഗണേഷ് ഒരു മിനിറ്റ്. എം പ്രകാശൻ പൂർത്തിയാക്കട്ടെ. ഗണേഷ് നിൽക്കൂ. പറഞ്ഞോ. എം പ്രകാശിന്റെ അവസരമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു അപമാനകരമായ നിലയാണ് രാഹുൽ ഗാന്ധി ഈ കേരളത്തെ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ലീഗിന്റെ വോട്ട് അദ്ദേഹത്തിന് ഹലാലാണ്, ലീഗിന്റെ കൊടി അദ്ദേഹത്തിന് ഹറാമാണ്. അതല്ലേ സത്യം? ഇവിടെ സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ലീഗ് എന്ന് പറയുന്ന പാർട്ടി എത്തിച്ചില്ലേ? ലീഗ് കോൺഗ്രസിന്റെ ഒരു ഘടകകക്ഷിയല്ലേ? അത് ആർജവത്തോടെ പറയാൻ കോൺഗ്രസിന് കഴിയണ്ടേ? ഒരു BJP-ക്കാരെ പേടിച്ചിട്ട് ആ പതാക ഉപേക്ഷിക്കുകയാണ്. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്ക് പൊതുവിൽ മനസ്സിലാകും. കേരളത്തിൽ അത് ആ രൂപത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ അത് ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഗണേശ് അതിനോട് പ്രതികരിക്കുന്നത് താങ്കൾ കണ്ടല്ലോ. ശ്രീം പ്രകാശൻ ഗണേശ് പറഞ്ഞതിന് മറുപടി പറയും. ശ്രീം പ്രകാശൻ ഗണേശിനെ പോലുള്ളവർ പറയുന്നതിന് മറുപടി ഉണ്ടോ? ഗണേശിനെ പോലെയുള്ളവർ, മോഡിയെ പോലെയുള്ളവർ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ അവസരമുണ്ടാകുന്നതാണ് പ്രകാശൻ ഉൾപ്പെടെയുള്ള ലക്ഷ്യം. രാഹുൽ ഗാന്ധിക്ക് അറിയുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ കൊടി ഉപയോഗിക്കാത്തത്. നിങ്ങൾ അങ്ങനെയല്ലേ ഞാൻ ചോദിക്കുന്നത്? അല്ലാതെ രാഹുൽ ഗാന്ധി ദയവേത് ബഹളം വെക്കരുത്. ഗണേഷ്, ലീഗിന്റെ കൊടി ഉപയോഗിച്ച ഘട്ടത്തിൽ നിങ്ങൾ അത് ദേശീയ തലത്തിൽ പാകിസ്ഥാന്റെ കൊടി എന്ന് പറഞ്ഞു. അങ്ങനെ പാകിസ്ഥാന്റെ കൊടിയെന്ന് നിങ്ങൾ കള്ളപ്രചാരണം നടത്താതിരിക്കാൻ ഇത്തവണ കൊടി വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ സ്മൃതി ഇറാനിയെ പോലുള്ളവർ ഇവിടെ വന്ന് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ലീഗിന് കൊടിയില്ലാത്തതെന്ന്. നിങ്ങളുടെ ദുരുദ്ദേശം മനസ്സിലാക്കുന്നവരാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ. പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവർ വിഡ്ഢികളല്ല. വിഭജനത്തിന് കാരണമായ കൊടി പോയി പഠിച്ചിട്ട് വരൂ. ആ കൊടിയെ കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. സ്മൃതി, നിങ്ങൾ അതിന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. സ്മൃതി പഠിച്ചാൽ മതി. ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അത് അറിയാം. അറിയുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ കൊടി ഉപയോഗിക്കാത്തത്. ഇതുപോലുള്ള ആളുകൾ ഈ സ്മൃതി പ്രകാശം മാസ്റ്റർ കൊടുത്ത ഇര കൊണ്ട് ചരിത്രബോധമില്ലാത്തൊരു BJP-ക്കാരന് ഈ അവസരം ഉണ്ടാക്കി കൊടുത്തുണ്ടോ? രാജ്യവ്യാപകമായി ഇതാണ് നരേന്ദ്രമോദി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ലിജുവിന്റെ മറുപടിയാണ് ഇപ്പോൾ കേൾക്കേണ്ടത്.
ബഹളം വെച്ചിട്ട് കാര്യമില്ല. അല്ല, ലിജുവിന്റെ മറുപടി കേൾക്കട്ടെ. അല്ല, അതങ്ങനെയായിരിക്കും. ലിജുവിന്റെ മറുപടി കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. താങ്കൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ജിന്നയുടെ കൊടിയും കൊണ്ടാണ് ഇവിടെ ലീഗ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പറഞ്ഞോളൂ. സ്മൃതി മനസ്സിലായോ? സ്മൃതി, ഇതാണ് ഈ BJP-ക്കാർ യഥാർത്ഥത്തിൽ ഈ സംവാദത്തിന് പറ്റിയ ആളുകളല്ല. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ബഹളം വെക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ തന്ത്രം. അവര് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചു. ഞാൻ വളരെ കൃത്യമായിട്ട് ഒന്ന് പറയാൻ, ഒന്ന് BJP വക്താവ് ഉൾപ്പെടെ ചരിത്രബോധമില്ലാതെ സംസാരിക്കുന്നു. ആരാണ് ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. രാജ്യത്താദ്യമായി ദുരാഷ്ട്രവാദം ഉയർത്തിയത് ലീഗിന് മുമ്പ് തന്നെ സവർക്കറായിരുന്നു. മാത്രമല്ല, ആ വിഭജനത്തിന് കാരണമായ ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് രണ്ട് തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമെങ്കിലും ഒരു BJP വക്താവ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ എനിക്ക് BJP വക്താവിനേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ എനിക്ക് വിരൽ ചൂണ്ടാനുള്ളത് പ്രകാശൻ മാസ്റ്ററോടാണ്. പ്രകാശൻ മാസ്റ്ററെ പോലെ, പ്രകാശൻ മാസ്റ്റർ നേതാവായ പിണറായി വിജയനെ പോലെയുള്ള ആളുകളാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ കൊടി പോലും ചർച്ചാ വിഷയമാക്കാൻ കാരണക്കാരാവുന്നത്. രാഹുൽ ഗാന്ധിയുടെ നോമിനേഷനിൽ അന്ന് ലീഗിന്റെ കൊടി എവിടെ, കോൺഗ്രസ് പതാക എവിടെ എന്ന് ആദ്യമായി ചോദിക്കുന്ന BJP-ക്ക് വേണ്ടി അജണ്ട സൃഷ്ടിക്കുന്ന നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. മനസ്സിലായോ? സ്മൃതി ഇറാനി പോലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു ചോര ഉണക്കുന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും എവിടെയും വീഴ്ത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ കാഴ്ചപ്പാടില്ലാത്ത സങ്കുചിത ചിന്താഗതിയുള്ള പിണറായി വിജയനെതിരെ അദ്ദേഹം BJP-യുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്ന് ആരോപണം ഉയർത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ആവർത്തിക്കുന്നു, കേരളത്തിലെ BJP-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഇന്ത്യൻ BJP-യുടെ നരേന്ദ്രമോദിയുടെ ട്രോജൻ കുതിരയാണ് ശ്രീ പിണറായി വിജയൻ. ഒരു സംശയം അക്കാര്യത്തിലില്ല. ശ്രീ പ്രകാശൻ മറുപടി പറയാം. ഈ തരത്തിലാണ് രണ്ടു കൂട്ടരുടെയും പ്രസംഗങ്ങൾ തുടരുന്നെങ്കിൽ ആത്യന്തികമായി ചിരിക്കുന്ന BJP ആകും. ഇതിലെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസിന് നട്ടലുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ അവരുടെ ഘടക പാർട്ടിയല്ലേ ലീഗ്, കൊടി ഉപയോഗിക്കണം, രാജ്യത്താകെ കാര്യം പറയാൻ വേണ്ടി കഴിയണം. ഇവിടെ ലീഗിന്റെ വോട്ടെല്ലാം ഹലാൽ, ലീഗിന്റെ കൊടി ഹറാം. അതെങ്ങനെ സാധിക്കുന്നത്? നാണക്കേടില്ലേ? അത് നാണക്കേടാണ്, യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കുന്നത് ലിജു, ഞാനല്ലേ സംസാരിക്കുന്നേ. ഞാൻ വയനാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഇന്ന് കണ്ണൂരിൽ പരിപാടിക്ക് വന്നു. ഇവിടെ രാഹുൽ ഗാന്ധി ഈ ലീഗിന്റെ കൊടി ഉപയോഗിച്ചതിനെ ഇറക്കി വിട്ടു. ഞങ്ങൾ കണ്ടല്ലോ അതിന് വീഡിയോ. നാണുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ മുന്നണിയാണോ? എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ കൊടിയെ ദുരുപയോഗം ചെയ്തു, അതുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന്. കൊടി എന്ന് പറയുന്നത് ഉപേക്ഷിക്കാൻ പറ്റുന്ന സാധനമാണോ? ലീഗുകാരുടെ വോട്ട് ആവശ്യമുണ്ട്, ലീഗുകാരുടെ കൊടി പറ്റില്ല. നാണക്കേടാണിത്. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം. മുസ്ലിം ലീഗ് വിഷയത്തിൽ എന്താണ് പ്രതികരിച്ചത്? മുസ്ലിം ലീഗ് വിഷയത്തിൽ എന്താണ് പ്രതികരിച്ചത് ശ്രീ എം പ്രകാശൻ? ലീഗിനെ കുറിച്ച് അല്ല, മുസ്ലിം ലീഗ് ഏത് വിഷയത്തിലാ? അല്ല, കൊടിയുടെ വിഷയത്തിൽ അല്ല, ഈ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏത് വിഷയത്തിലാ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ബാബരി പള്ളി പൊളിക്കുമ്പോ എന്താ ലീഗിന്റെ നിലപാട്? അവിടെ രഥയാത്ര നടത്തുമ്പോ എന്താ ലീഗിന്റെ നിലപാട്? CA വന്നപ്പോ എന്താ ലീഗിന്റെ നിലപാട്? ചട്ടം വന്നപ്പോ എന്താ ലീഗിന്റെ നിലപാട്? പലസ്തീൻ വിഷയം വന്നപ്പോ എന്താ ലീഗിന്റെ നിലപാട്? അവര് കോൺഗ്രസിന്റെ കാൽക്കീട് കിടക്കല്ലേ? അവിടല്ലേ കൊടി വേണ്ടെന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് വെക്കുന്നത്? ഉപേക്ഷിക്കോ? ഒരാത്മാഭിമാനമില്ലാത്ത പാർട്ടിയായിട്ട് ലീഗ് മാറുകയാണ്. Debate with Smriti Parthikad.